കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഹോട്ടലിൽ അടി നടന്നിട്ടുണ്ടായിരുന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. മീനിന് വില കൂടി അല്ലെങ്കിൽ വില കൂട്ടി ചോദിച്ചു, പറഞ്ഞതിനേക്കാളും വില കൂട്ടിയാണ് അവരോട് ചോദിച്ചത്. ഇത്തരത്തിലാണ് അടി നടന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല കാരണം, ഇതിന് പിന്നിൽ മറ്റു പല അജണ്ടകളും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നു ഇതിന്റെ പിന്നിൽ മറ്റു പല അജണ്ടകളുണ്ടോ എന്നുള്ളത്. 200 രൂപയുടെ മീന് 300 വാങ്ങിയെന്നോ 250ന്റെ 300 വാങ്ങിയോ എന്നൊരു ചർച്ച നടക്കുന്നു. ചില ജില്ലകളിൽ പപ്പടത്തിന് വേണ്ടി തല്ല് നടക്കുമ്പോൾ ആ ജില്ലക്ക് മൊത്തത്തിൽ അത് നാണക്കേടാവുന്നു. സത്യത്തിൽ പപ്പടത്തിന് വേണ്ടി ആവില്ല തല്ലുണ്ടായിട്ടുണ്ടാവുക, വേറെ വല്ല വിഷയത്തിനാവും തല്ലുണ്ടാവുക. പക്ഷെ പറയിൽ പപ്പടത്തിന്റെ മുകളിലാന്നുള്ളതാണ്. പക്ഷെ ഈ ചോറും മീനും എന്ന് പറയുന്ന ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, വില കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്, മോശം ഫുഡ് എന്ന് പറയുന്നവരുണ്ട്, കൊള്ളാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ ഹോട്ടലിനെ പറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഹിന്ദു നടത്തുന്ന കട ആയതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ചില ആളുകൾ, പോപ്പുലർ ഫ്രണ്ടും പിന്നെ മിനി പാകിസ്ഥാനാണ് മലപ്പുറം ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാനല് വലിയ ഗൗരവത്തോട് കൂടിയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. സത്യത്തിൽ ഹോട്ടൽ ജീവനക്കാർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി കാണാത്ത ആളുകൾക്ക് ആ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരും. കാരണം മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു നരേഷൻ കൊണ്ടു കൊടുക്കുന്ന ഒരു ചേച്ചിയും ഒരു തന്തപ്പൊടിയും. നമുക്കത് കാണാം, മറുപടി കൊടുത്തേ വെക്കൂ. കാരണം മലപ്പുറം ജില്ലക്കാരനാണ് ഞാൻ. കാണാം. സംശയമുണ്ടോ? നല്ല കാര്യം. സംഭവം നടക്കുന്നത് എവിടെയാ? മലപ്പുറത്താണ്. അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് രാജീവ് എന്നാണ്. അദ്ദേഹം വളരെ 1.5 വർഷമായി ഇപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങി ഇവരുടെ നല്ല ഭക്ഷണമാണ്. ഇതിനെക്കുറിച്ച് ഭക്ഷണം കഴിച്ചവർ ബൈ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയും, പരസ്യമൊന്നും ഇല്ലാതെ തന്നെ. ഇപ്പോൾ എറണാകുളത്തുള്ളൊരു വ്യക്തി വന്നിട്ട് പറയുന്നത് മലപ്പുറത്താണ് പണം, അവിടെ ചോറും മീനും എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല ഭക്ഷണമാണ് അവിടെ. അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടും, വളരെ റീസണബിൾ നിരക്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഭക്ഷണം കൊണ്ടുതരും എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല റീസണബിൾ റേറ്റിൽ, സാമ്പത്തികം നല്ല ഉള്ള ആളുകൾക്ക് റീസണബിൾ ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ റിവ്യൂ ഇട്ട ഒരു ഹോട്ടലാണത്. അത്രക്ക് തിരക്കായിരിക്കും. ആ വഴിയിലൂടെ വരുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുന്നു. ഒരു 6 ദിവസം മുൻപെങ്ങാനും അവരുടെ സെക്യൂരിറ്റി അവർ വലുതാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ അവർ പുറത്തു വിട്ടു. അതുപോലെ തന്നെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI ഒക്കെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്ന 6ാം ദിവസമാണ് അവരവരുടെ കരുത്ത് തെളിയിച്ചത്. വില പറഞ്ഞ് മീൻ വാങ്ങിയാൽ ആ വിലക്കായിരിക്കും പിന്നെ കൊടുക്കേണ്ടത്. പിന്നെ GST ആഡ് ചെയ്യുന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട് എടപ്പാൾ വെങ്ങിനിക്കര എന്ന ഭാഗത്താണ്. ഇവിടെ അയലക്കാട് ഭാഗത്ത് ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഹോട്ടൽ നടത്തുന്ന ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചതാണ്. അവിടെയൊക്കെ പറഞ്ഞ വിലയിൽ നിന്നും കൂടാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ കരിമീനൊക്കെ വളരെ വില കുറഞ്ഞിട്ടും കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഹോട്ടലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വില കൂടുതലാണ് മീനിന് എന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷേ അവിടുത്തെ ഭക്ഷണം കൊള്ളാം എന്നുള്ള അഭിപ്രായം. അപ്പൊ ഈ 2 കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ആളുകൾ ചിലപ്പോൾ പോയി കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ദൂരെ പോകുന്ന ആളുകൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ അഭിപ്രായം നോക്കിക്കൊണ്ട് കയറുമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു നരേഷനിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്ന രീതിയിൽ, മിനി പാകിസ്ഥാനാണ് മലപ്പുറം എന്ന രീതിയിലൊക്കെ സംസാരിച്ച് വെക്കുമ്പോൾ ആ നാക്കൊക്കെ എൻ്റെ പൊന്നു മക്കളെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ബാക്കി അങ്ങനെയാണ് ഈ ഹോട്ടലിനെ കുറിച്ചിട്ട് പബ്ലിസിറ്റി ആയത്. ഇപ്പോൾ മലപ്പുറത്തെ ഒരു ടൗണിൽ ഒരു ഉച്ചയ്ക്ക് 2300 പേര്, മിനിമം 2300 പേര് ഭക്ഷണം കഴിക്കാൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ നല്ല ഹോട്ടലായിരിക്കണ്ടേ? അവിടെ പോയി ക്യൂ നിൽക്കണം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കണം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 4-5 6 ചെറുപ്പക്കാർ, എന്താണ്, പുതുമടിശീലക്കാരാണ്, വന്ന് അവർ സാമാന്യം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭക്ഷണം ഓർഡർ ചെയ്തു, ഭക്ഷണം കൊണ്ട് കൊടുത്തു. പിന്നെ അതിനിടയ്ക്ക് ഇവർ പ്രത്യേക രീതിയിലാണ് മീൻ സർവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പാത്രത്തിൽ മീൻ പൊരിച്ചതെല്ലാം കൊണ്ടുവരും. അപ്പോൾ പലതരത്തിലുള്ള മീനുണ്ടാവും, വില കുറഞ്ഞ മീനുണ്ടാവും, കൂടിയ ഇതുണ്ടാവും. അപ്പോൾ വില പറയും, ഇന്ന മീനാണ് ഇത്ര വില. അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഒരാളുടെ ബില്ലിൽ അവരുടെ ഒരു മീനിന് 250 രൂപ എന്നുള്ളതിന് പകരം 300 രൂപ എന്നിട്ട് ബില്ലിനകത്ത് വന്നു. അത് പറഞ്ഞ് അവർ അടി തുടങ്ങി അവിടെ. കാര്യം ഇതൊരു ടൗൺ ആണെന്നാണ് താങ്കൾ പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ഒരു ടൗൺ ആണെന്നുള്ളത് അങ്ങനെ ഒരു ടൗണിലൊന്നല്ല നടക്കുന്നത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഭാഗമാണ് അവിടുത്തെ ടൗൺ. അവിടെ നിന്നും കുറെ അങ്ങ് മാറിയിട്ട് തിരൂർ റോട്ടിലാണ് ഇത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്താണ്. എന്നാൽ പോലും തിരൂർ ഭാഗത്തേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലെ തിരക്ക് കാരണം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് അവിടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് വന്ന ആളുകൾ അത്ര 50 രൂപ എങ്ങാനും കൂട്ടി. 50 രൂപ എന്താ ചക്കക്കൂരു ഒന്നല്ലല്ലോ, പൈസ തന്നെയല്ലേ, പണിയെടുത്തുണ്ടാക്കുന്ന പൈസ തന്നെയല്ലേ. അത് കൂടുതൽ വാങ്ങിയാൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അതായത് ഇത് ചോദിച്ചങ്ങ് അടിച്ചു എന്നാ പറയുന്നത്. വീഡിയോ മുഴുവനുണ്ട്, മുഴുവൻ കാണും നിങ്ങൾ.
ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ സംഭവം ശരിയാണ്, പറഞ്ഞ വിലക്കല്ല മീൻ കൊടുത്തിട്ടുള്ളത്, അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെയുള്ള മറ്റുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ സൗമ്യമായ രമ്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം അവിടെ വളരെ വലിയ രീതിയിലേക്ക് ഇത് മാറുകയും അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം? വില പറഞ്ഞു ഉറപ്പിച്ച് ആ വിലക്ക് കൊടുക്കാത്ത ആളുകളുടെ ഭാഗത്താണോ ന്യായം, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട ആ മനുഷ്യന്റെ ഭാഗത്താണോ ന്യായം? രണ്ടുപേരുടെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക് അവിടെ അടി ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ കസ്റ്റമർ ഈസ് അവർ കിങ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജീവനക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്നു. 6 ദിവസം മുമ്പ് നിങ്ങളവിടെ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ വെച്ചിരുന്നില്ലേ? അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാർ മാറി നിന്ന് പുറത്ത് നിന്ന് സംസാരിക്കാം എന്ന രീതിയിൽ സംസാരിക്കേണ്ട ഒരു സമയത്തിനെ ഈ രീതിയിലാക്കിയത് ശരിയാണോ? ഇതിലെങ്ങനെയാണ് ജിഹാദി, ഇതിലെങ്ങനെയാണ് മുസ്ലിങ്ങൾ, ഇതിൽ എങ്ങനെയാണ് മലപ്പുറം മിനി പാകിസ്ഥാൻ ആവുന്നത്? സംഘികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സംഭവത്തിൽ സത്യത്തിൽ മീനും ചോറ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ചേച്ചിയും ഈ അമ്മാവനും എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിടുത്തം കിട്ടാത്തത്? ഇതുമായി ഒന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാ. കേട്ടോക്കെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. അത് ക്ലറിക്കൽ എററാണ്. ഇത്രയും പേര് ഊണ് കഴിക്കുമ്പോൾ 50 റുപ്യേൻ്റെ ഒക്കെ ഒരു എന്താ പറയുക വ്യത്യാസം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും, മനുഷ്യനല്ലേ എത്രയാണെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പേരിലാണ് തെറ്റ്, ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരാം അതൊന്നും പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ അവിടെ വരികയും പിന്നെ അത് മാത്രമല്ല ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്ന കുടുംബമായിട്ട് അവർ വന്നിരിക്കുന്ന ആൾക്കാരുടെ മെക്കിട്ട് കയറാനും തുടങ്ങി. മനസ്സിലായില്ലേ? അതെ, പ്രശ്നം ഉണ്ടാക്കിയ ഹോട്ടൽ അടിച്ചത് അവർക്ക്, അതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. കാരണം പാകിസ്ഥാൻ, മിനി പാകിസ്ഥാനാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ അതിനെ കുറിച്ചിട്ട് വിശദീകരിക്കണില്ല. എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, ഞാനതിന് കൂടുതലായിട്ട് വിശദീകരിച്ച താങ്കളുടെ പിതാമഹനും അതിന്റെ മഹനും അതിന്റെ മഹമഹാനും കൂട്ടി ഞാൻ പറയേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകളെയാണ് നിങ്ങൾ ഇപ്പൊ നാണം കെടുത്തിയിട്ടുള്ളത്. മലപ്പുറം മിനി പാകിസ്ഥാനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ സത്യത്തിൽ ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കാതിരിക്കടോ. നിങ്ങളെപ്പോലെയുള്ള കുറെ എണ്ണം ഉണ്ട് ഈ മലപ്പുറം ജില്ലയെ കരിവാരി തേക്കാൻ വേണ്ടി കുറെ സംഖ്യകൾ. എന്റെ പൊന്നു ചേട്ടാ, ഇതിന് ഈ രീതിയിലേക്ക് കൊണ്ടുപോകല്ലേ. അത് ആ ഹോട്ടലിൽ നടന്ന വിഷയമാണ്, അത് അവർ അങ്ങനെ പരിഹരിച്ചോളൂ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾ മലപ്പുറം ജില്ല പാകിസ്ഥാന്, എന്റെ പൊന്നെ, എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാണ്ടൊന്നല്ല. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള വീഡിയോ ആയതുകൊണ്ടാണ്. എൻ്റെ ഉടമസ്ഥൻ രാജീവായിട്ട് സംസാരിച്ചു. രാജീവ് എപ്പോഴും ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട്. അതിൻ്റെ മാനേജറുണ്ട് വിഷ്ണു, അതിനോടും പറഞ്ഞു. അപ്പോൾ അവരാരും മറ്റേ വന്നവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർ പറയണം. അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് വരുമ്പോൾ ഞങ്ങൾ പറയാം. അതിനപ്പുറത്ത് ഇപ്പോൾ അവരുടെ എന്താണ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് എവിടെ കട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ബിസിനസ്സുകൾക്ക് ക്ഷീണമാകുമ്പോൾ അവർ പ്രയോഗിക്കുന്ന ഒരു മരുന്നാണിത്, ഈ ബഹളം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഹോട്ടലുകളിൽ മാത്രമല്ല ബാറുകളിൽ വരെ ഉണ്ടാവും. അപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ ഈ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വലിയ ഹോട്ടലുണ്ടോ? താങ്കൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണോ പറയുന്നത്? എന്തിനാ അറിയാതെ എഴുതാപ്പുറം വായിക്കുന്നത്? പിന്നെ അവരുടെ ഐഡന്റിറ്റി ഞാൻ പുറത്തു വിടുക. രാജീവുമായി സംസാരിച്ചു. രാജീവേട്ടോ, നിങ്ങളൊരു കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് പ്രവർത്തകനല്ലേ? നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതൊക്കെ തെറ്റുപറ്റി പോയതാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തീരാവുന്ന വിഷയത്തെ ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടാടുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കളുടെ കച്ചവടത്തിനെ ഇത് ബാധിക്കുന്ന ബോധം വേണ്ടേ? ഇദ്ദേഹം താങ്കളെ വിളിച്ചിരുന്നു. ഞാൻ ഈ വിഷയം അന്ന് തന്നെ അറിഞ്ഞതാ, ഞാനത് ഒഴിവാക്കി. റിയാക്ട് ചെയ്യണ്ട, എന്തിനാ റിയാക്ട് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷെ ഇന്ന് ചോറും മീനും എന്ന് പറയുന്ന ഹോട്ടലിനെ കുറിച്ചിട്ട് നെഗറ്റീവുകളായിട്ടും പോസിറ്റീവുകളായിട്ടും ഒരുപാട് റീൽസ് വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കും. അതിനിടയിലേക്ക് മിനി പാകിസ്ഥാനാണ് എന്നൊക്കെ പറയുന്ന കുറെ എണ്ണം ഇതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ താങ്കളെ കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് കൂടിയും പറയുമ്പോൾ താങ്കളുടെ ബിസിനസിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നു താങ്കളൊന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോ പേര് രാജീവൻ എന്നാണ്, കോൺഗ്രസ്സുകാരനാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ കൊടിയുടെ കളർ പച്ചയാണല്ലോ. നാച്ചുറലി മറ്റേ പച്ചക്കാരൻ്റെ കടകൾ ഏതെങ്കിലും കച്ചവടം കുറഞ്ഞിട്ടുണ്ടാവും. ഒരു കടയിൽ 2300 പേര് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള കടക്കാരൻ മുഴുവൻ കട കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അത് അവർ നല്ല സർവീസ് മുഖാന്തരമാണ് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത്, ആൾക്കാരെ ആ ഹോട്ടലിലേക്ക് അടുപ്പിക്കണേ എന്നുള്ള കാര്യം ഒക്കെ അവിടെ മറന്നുപോകും. ചോര എന്ന് പറയില്ലേ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയില്ലേ. പിന്നെ ചിലരുടെ രക്തത്തിന് ചുമപ്പ് കളറല്ല, പച്ച കളറാണ്, പച്ച നിറമുള്ള ചോരയാണ് ചിലരും. അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് അതിശയിക്കണം. കാരണം ഇത് എല്ലായിടത്തും പതിവുള്ളതാണ്. മലപ്പുറത്ത് എന്ന് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി വളരെ അവർക്ക് മേധാവിത്വമുള്ള പ്രദേശത്ത് നമ്മളൊരു ഷോപ്പ് തുടങ്ങുക, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുക, അവരത് പൂട്ടിക്കും എങ്ങനെയാണെങ്കിലും. താങ്കൾക്ക് അങ്ങനെ എത്ര കടകൾ പൂട്ടിച്ചു എന്നുള്ളതിന്റെ കണക്കും ലിസ്റ്റും ഒക്കെ അറിയുമെങ്കിൽ ഒന്ന് പുറത്തു വിടണം കേട്ടോ. മുസ്ലിങ്ങൾ കടകൾ പൂട്ടിക്കെത്തണം മലപ്പുറം ജില്ലയിൽ. ഇവിടെ ഈ കുറ്റിപ്പുറത്ത് ഏത് ഹോട്ടലാണ് വേറെ ഉള്ളത്? അവിടെ തൊട്ടടുത്തൊരു വനിതാ ഹോട്ടലുണ്ട്. അതല്ലാതെ ആ വഴിയിലൊന്നും വേറെ ഒരു ഹോട്ടൽ പോലും ഇല്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഹോട്ടലാണ്. മുസ്ലിങ്ങളുടെ കച്ചവടം കുറഞ്ഞത് കൊണ്ട് മുസ്ലിങ്ങൾ ചെയ്താണെന്ന രീതിയിൽ വരുത്തി തീർക്കുമ്പോൾ എന്താണ് അവരുടെ രക്തം പച്ച നിറമാണെന്നോ? അപ്പൊ നിങ്ങളുടെ രക്തത്തിന്റെ നിറം വേറെ വല്ലതാണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇത് ആളുകൾ കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് പറയാത്തത്. പറഞ്ഞ് ശരിയാവില്ല. കുറെ ആൾക്കാർ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ഇമാതിരി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എല്ലാവരും ഈ ഹിന്ദുക്കളെ പോലെ കഴിവിട്ടവരല്ലാന്ന് മനസ്സിലാക്കണം ആദ്യം.
എല്ലാവരും ഹിന്ദുക്കളെ പോലെ കഴിവ് കെട്ടവരല്ല. ഞങ്ങൾ കഴിവ് കെട്ടവരാണ് ആരും നിങ്ങളോട് പറഞ്ഞേ? നിങ്ങൾ കഴിവ് കെട്ട ഒരാളാണ്, നിങ്ങൾ തന്നെ ഇതിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ വർഗീയത, ഈ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിവ് കെട്ടവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു കഴിവ് കുറവുമില്ല. അത് നിങ്ങൾ വിലയിരുത്തും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ട്രൗസർ ഇടുക, ഞങ്ങളുടെ ട്രൗസറേ ഞങ്ങൾ ഇട്ടോളാം. മനസ്സിലായില്ല? ദേ ആർ വെരി അഗ്രസീവ്. അവർ ഈ പശുവിന്റെയും കാളേന്റെയും ഒക്കെ ഇറച്ചി തിന്നാൽ വളരെ അഗ്രസീവ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും അവർ വളരെ അഗ്രസീവ് ആയിരിക്കും. അത് ക്വൈറ്റ് നാച്ചുറൽ. ശരി 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 ഞാൻ പശുവിനെയും കാളേനൊക്കെ തിന്നുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര അഗ്രസീവ് ആണോ? നിങ്ങൾ തിന്നുന്നത് എന്താ? അതിനനുസരിച്ചാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാളയും പശുവിനൊന്നും അല്ല തിന്നണം, നിങ്ങളല്ലേ വേറെ വല്ല സാധനം തിന്നേണ്ടി വരും. അമ്മാതിരി അളിഞ്ഞ ഒരു മണം വരുന്നുണ്ട് അവിടെ നിന്ന്. അത് തിന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ചേച്ചി ഒരിക്കലും പറയാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ അങ്ങനെയുള്ള വിവിധ തീവ്രവാദി സംഘടനകളുടെ ആൾക്കാരാണ് ഈ വന്നിട്ടുണ്ടാവും മിക്കവാറും. അവരെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഉന്മൂലനം ചെയ്യുക, ഒരു പ്രത്യേക സമുദായത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അത് അവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞേ വെക്കുള്ളൂ. മലപ്പുറം ജില്ല എങ്ങനെയാണ് മിനി പാകിസ്ഥാൻ ആവുന്നത്? എത്ര മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളുടെ കടകൾ പൂട്ടിച്ചിട്ടുള്ളത്? കടയുടെ പേര് വേണം, സ്ഥലം വേണം, അതൊക്കെ കൃത്യമായിട്ട് താങ്കൾ പറയണം. പിന്നെ ഈ വന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണെങ്കിൽ താങ്കൾ തെളിയിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടൊരു വീഡിയോ താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ ജില്ലയെ കരിവാരി തേക്കാൻ നിങ്ങളെ പോലെയുള്ള കുറെ തലനിരച്ച മണവാളാഞ്ചന്മാർ കിടന്ന് നിരങ്ങുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ശശികല മേഡം, എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ എന്തോ ഇട്ടു എന്ന് ഞാൻ അറിഞ്ഞു. ആ ഹോട്ടലിൽ നടന്ന വിഷയത്തിൽ ഒരു തരത്തിലുള്ള വർഗീയതയോ ഒന്നും നിങ്ങൾ കുത്തിക്കയറ്റണ്ട. ഭക്ഷണത്തിന് വില പറഞ്ഞാൽ ആ വിലക്ക് കൊടുക്കണം, അല്ലാതെ വില കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. പിന്നെ തല്ലുണ്ടാക്കിയ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് ഈ രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട രാജീവേട്ടന്റെ ബിസിനസ് തകരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവിടെ ഒരു മുസ്ലിങ്ങളുടെ ഹോട്ടൽ തൊട്ടപ്പുറത്ത് ഈ ഒരു ഹോട്ടൽ വന്നതുകൊണ്ട് കച്ചവടം പൂട്ടി കിടക്കുന്നില്ല. ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് പറയാം. പിന്നെ ആ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വെർട്ടിക്കലായിട്ട് വീഡിയോ എടുത്തിരുന്നത്, ഇന്നാണ് ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്നത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ജില്ലയെ കരിവാരിത്തേക്ക് അമ്മാതിരി ഉളത്തരം പറഞ്ഞു വന്ന ചാണകവെള്ളം കലക്കി അങ്ങ് ഒഴിക്കും. ഇത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.